വേനൽക്കാലത്ത് പൈൽസുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ കൂടുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്കിൽ കാരണം ഇതൊക്കെയാണ്. അതിൽ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ തന്നെയാണ്. വേനൽക്കാലത്ത് വിയർപ്പിലൂടെയും മറ്റുമായിട്ട് ധാരാളം വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടമാകുന്നുണ്ട്. അതനുസരിച്ചിട്ടുള്ള ഒരു വെള്ളം നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ഡീഹൈഡ്രേഷനിലേക്കാണ് ചെന്നെത്തിക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ മലം കൂടുതൽ കട്ടിയാവാനും അത് കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് പാസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കും ചെന്നെത്തിക്കുന്നു. സോ അത് നമ്മൾക്ക് പൈൽസുമായി ബന്ധപ്പെടുന്ന സിംറ്റംസ് ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള കാരണമായിട്ട് മാറുന്നുണ്ട്. അടുത്തത് അമിതമായി അനുഭവപ്പെടുന്ന ചൂടും വിയർപ്പും കാരണം നമുക്ക് മലദ്വാരത്തിനടുത്ത് ഇറിറ്റേഷൻസും ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. സോ അതാണ് ഈ ഒരു സിംറ്റംസ് ഒക്കെ ഈ ഒരു സമയത്ത് കൂടാനുള്ള അടുത്തൊരു റീസൺ എന്ന് പറയുന്നത്. ഈ ഒരു സമ്മർ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ സ്കൂളുകളൊക്കെ അവധിയുള്ളൊരു കാലമാണ്. സോ നമ്മൾ കൂടുതലായിട്ട് സമ്മർ ട്രിപ്പും കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും ഇത്. സോ അത്തരത്തിൽ നമ്മൾ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് സ്പൈസി ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ്, അതുപോലെ ഡീപ്പ് ഓയിലി ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. സോ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളിൽ നാരുകളുടെ അംശം വളരെ കുറവായിരിക്കും. അത് പിന്നീട് പൈൽസ് വർദ്ധിപ്പിക്കാൻ കാരണമായിട്ട് മാറുന്നുണ്ട്. അതേപോലെ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നല്ല തണുത്ത കോൾഡ് ഡ്രിങ്ക്സ് ആയിരിക്കും. സോ അതും നമ്മുടെ ബവൽ മൂവ്മെന്റ്സിനെ ഡിസ്റ്റർബ് ചെയ്യാനും പിന്നീട് പൈൽസിന്റെ സിംറ്റംസ് ഒക്കെ കൂട്ടാനും സാധ്യതയുണ്ട്. സോ സമ്മർ സീസണിൽ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബോഡി നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് വെച്ചിരിക്കണം. അതായത് നല്ല രീതിയിൽ വെള്ളം കുടിച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് കോക്കനട്ട് വാട്ടർ അല്ലെങ്കിൽ പിന്നെ ബട്ടർ മിൽക്ക്, മോര് അല്ലെങ്കിൽ നാരങ്ങ വെള്ളം ഇതൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ നല്ല രീതിയിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ക്യുക്കുംബർ, വാട്ടർ മെലൺ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, തവിട് കളയാത്ത ധാന്യങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യണം. അതേപോലെ ഓയിലി ഫ്രൈഡ് ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒപ്പം തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സും കാര്യങ്ങളും, സോഡാസ് ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് സിക്സ് ബാത്ത് പോലുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാവുന്നതാണ്. ലൂസ് ആയിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം.